ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ മലേഷ്യയുടെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് പോകുന്നത്. എവിടേക്കാണ് പോകുന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് ഇന്ന് പോകുന്നത്. നമുക്കപ്പം വീഡിയോയിലേക്ക് പോകാം. പിനാങ് ഐലൻഡിന്റെ ക്യാപിറ്റലായ ജോർജ് ടൗണിന്റെ നേരെ എതിർവശത്തുള്ള തെലു കുംബാർ എന്ന വില്ലേജിലൂടെയാണ് നമ്മളിപ്പം പോകുന്നത്. ടൗണിൽ നിന്ന് മാറി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ടൗണിൻ്റെ ആഡംബരങ്ങളും നിറങ്ങളും ഒന്നും ഇവിടെയില്ല. അതിസാധാരണമായ ആളുകളും അവരുടെ വീടുകളും മാത്രമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. മലയ ശൈലിയിൽ പണിഞ്ഞിട്ടുള്ള വീടുകളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഈ കാണുന്ന ഓലമേഞ്ഞ കെട്ടിടത്തിലോട്ടാണ് നമ്മൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നത്. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇതിൻ്റെ പേര് കുന്തായി എന്നാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ മുൻവശത്തുള്ളത് വലിയൊരു ഗ്രൗണ്ടാണ്. അവിടെ ഒരുപാട് വണ്ടികൾ ഒന്നിച്ച് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ കുന്തായി എന്ന് വെച്ചാൽ തായ്ലൻഡ് ഭാഷയിൽ അർത്ഥം തായ്ലൻഡ് കാരൻ. ഈ പേര് മാത്രമല്ല തായി ഉള്ളത്. ഇതൊരു ഒതൻറ്റിക് തായി റെസ്റ്റോറൻ്റ് ആണ്. കയറി ചെല്ലുമ്പോൾ സ്വീകരിക്കാനായിട്ട് 2 തായി സുന്ദരിമാരൊക്കെ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കാണാം. ഫ്രൂട്ട് കട്ട്സ് വേണമെങ്കിൽ അവിടെ പറഞ്ഞാൽ അവർ തരും. മാത്രമല്ല പോകുമ്പോൾ ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് പോകാൻ പറ്റും. ഇടതുവശത്തെ ടാങ്കിൽ കാണുന്ന ഫിഷിനെയൊക്കെ നമുക്ക് വറുത്തോ പൊരിച്ചോ പുഴുങ്ങിയോ ഒക്കെ തിന്നാൻ പറ്റുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ളതിനെ കാണിച്ചു കൊടുത്താൽ അതവർ പിടിച്ച് അതിനെ കുക്ക് ചെയ്ത് തരും. പിന്നെ കക്ക, ഞണ്ട് എല്ലാ കൈൻഡ് ഓഫ് സീ ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മുഴുവനായിട്ട് ഓല മേഞ്ഞതും ഇതിൽ ഭിത്തിയായിട്ട് കെട്ടിയേക്കുന്നത് ചുടുകട്ടയാണ്. അത് പക്ഷേ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. ഒരു ട്രഡീഷണൽ മലൈ സ്ട്രക്ചറിലാണ് ഇതിൻ്റെ ഫുൾ ആർക്കിടെക്ചറും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റൂഫും മുഴുവനും തടിയിലാണ്. നമ്മുടെ നാട്ടിലെ ഓല മേഞ്ഞ കെട്ടിടങ്ങളുടെ റൂഫ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെയും റൂഫിംഗ് എല്ലാം ചെയ്തേക്കുന്നത് കഴുക്കോല് വെച്ചിട്ട്. ഈ റെസ്റ്റോറൻറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ എൻഡിങ് വരുന്നത് ബീച്ചിലേക്കാണ്. ഒരുപാട് ആൾക്കാർക്ക് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒത്തിരി ചെയേഴ്സ് ഉണ്ട്. ഇവരുടെ ഈ തനി മലൈ ശൈലിയിലുള്ള ഈ കെട്ടിട നിർമ്മാണ രീതി തന്നെയാണ് കൂടുതലും ആൾക്കാരെ ഈ റെസ്റ്റോറൻറ്റിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. അവരുടെ ആഹാരം ഒട്ടും മോശമല്ല കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ഒരു 5-6 പ്രാവശ്യം വന്നിട്ടുണ്ട്. പീസ്ഫുള്ളായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന എവിടെ പോകണമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ ഞാൻ ഫസ്റ്റ് ഓപ്റ്റ് ചെയ്യുന്ന സ്ഥലം കുന്തായിയാണ്. പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. കുട്ടികൾക്ക് ബീച്ചിൽ കളിക്കാൻ പറ്റും. ആഹാരം വളരെയധികം നല്ലതാണ്. ഞങ്ങൾ ഈ ഐറ്റംസ് ഒക്കെയാണ് ഓർഡർ ചെയ്തത്. 2 ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിരുന്നു. ഒന്ന് ഒരു തായി സീ ഫുഡ് ഫ്രൈഡ് റൈസ് ആണ്. അത് കുന്തായിയുടെ സ്പെഷ്യലാണ്. പിന്നെ ഓർഡർ ചെയ്ത് ഒരു പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ആണ്. അതൊട്ടും സ്പൈസി അല്ലാതെ കുട്ടികൾക്കൂടെ കഴിക്കാൻ പറ്റുന്നത്. പിന്നെ ഒരു കാഷ്യൂ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് സ്പൈസിയാണ്. പിന്നെ പണ്ടാൻ ലീഫിലുണ്ടാക്കുന്ന പണ്ടാൻ ചിക്കനാണ്. സോസ് ചേർത്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് പണ്ടാൻ ലീഫിനകത്തിൽ അത് വെച്ച് ആവി കയറ്റി വേവിച്ചതിന് ശേഷം അതിനെ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഈ പണ്ടാൻ ചിക്കൻ എന്ന് പറയുന്നത്. അത് ഭയങ്കര ടേസ്റ്റാണ്. ഒട്ടും സ്പൈസി അല്ല. പിന്നെ ഓർഡർ ചെയ്ത ഒരു ഡീപ്പ് ഫ്രൈഡ് ഫിഷ് ആയിരുന്നു. അത് കുറച്ച് സ്പൈസിയാണ്. കുറേ സാധനങ്ങളൊക്കെ ബാക്കി വന്നു. അതെല്ലാം പാക്ക് ചെയ്ത് തന്നു അവർ. അധികം ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയില്ല. കാരണം ബീച്ച് ആകെ മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു കടലാകെ ഇളകി കറുത്തതുപോലത്തെ ഒരു വെള്ളമായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം കടലിൻ്റെ സൈഡിലേക്കൊന്നും പോയില്ല. ഒരു സ്മെല്ലും ഉണ്ടായിരുന്നു വെള്ളത്തിന്. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ആരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം.
നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. അതുകൊണ്ട് വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, മറക്കരുത്. Super vinare in mailet milo ittada. Atare ನಾನು ಬರುವತ್ತ. ಮೀನಿನ ಸ್ಟೈಲ್ ಮೀನಿನ ಸೂಪರ್ ಮೈಲೇಜ್ ಇಟ್ಟದ. കുട്ടിക്ക് ഏറ്റവും ഇവിടുത്തെ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാണോ? Very nice, super juice the other way. ചെറിയ പീസാക്കാൻ പറ്റുന്നില്ലല്ലോ അവിടെ. അത് കുടിച്ച് വയറ് നിറയ്ക്കാതെ മക്കളെ, അത് കുടിച്ച് വയറ് നിറയ്ക്കാതെ. ഉറക്കപ്പുറ കേൾക്കാൻ വയ്യ. Very nice. ആ തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും 9 മണി 9:30 കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി വില്ലേജിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വില്ലേജ് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. നമ്മൾ ഇനിയും പോകുന്ന ടൗണിലേക്കാണ്. വില്ലേജിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ് ടൗൺ എന്ന് പറയുന്നത്. ടൗൺ ഭയങ്കര ആക്റ്റീവാണ് രാത്രിയിലും. വില്ലേജിൽ നിന്ന് ടൗണിലേക്ക് കയറുമ്പോൾ തന്നെ ആ 2 ട്രാൻസിഷൻ നന്നായിട്ട് അറിയാൻ പറ്റും. ഗ്രാമവും ടൗണും തമ്മിലുള്ള ട്രാൻസിഷൻ നന്നായിട്ട് അറിയാൻ പറ്റും. മുകളിൽ കിരീടമായിട്ട് നിൽക്കുന്ന ആ കെട്ടിടമാണ് ഞങ്ങളുടെ കോണ്ടോമിനിയം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. കുന്തായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻ്റാണ്. അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ അറ്റ്മോസ്ഫിയറുമാണ് എനിക്ക് ഏറ്റവും ആ ഒരു പ്ലേസിനോടുള്ള അട്രാക്ഷൻ കൂട്ടുന്നത്. നിങ്ങൾക്കും കുന്തായി ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.